നല്ല പൂരിയും അതുപോലെ തന്നെ നല്ല കറിയും ഉണ്ട് കേട്ടോ. നമ്മുടെ ഫോട്ടോർ ബ്രിഡ്ജിൻ്റെ പീസൊക്കെ ഇതാ മൊത്തം ശരിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് ഇന്ന് സൈറ്റിലേക്ക് കൊണ്ടുപോകും. സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ചായയൊക്കെ കുടിച്ചു. ഇനി നമ്മുടെ JCB പോലെ തന്നെ ലോഡറിലുള്ള ഓപ്പറേറ്റർമാർ ചായ ഒന്നും കുടിച്ചില്ല. അപ്പോൾ നമ്മൾ വണ്ടിയിൽ പോയിട്ട് കയറണം, എന്നിട്ട് വേണം അവർക്ക് വന്നിട്ട് ചായയൊക്കെ കുടിക്കാൻ. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. ലോറിയൊക്കെ മിക്സിങ് നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. രാവിലെ 4:30 തന്നെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ കുറേ വണ്ടി പോയി. ഇപ്പോൾ ഒരു വണ്ടി ഇവിടുന്ന് മിക്സടിച്ചുകൊണ്ടിരിക്കുന്നു. JCBയിലെ പണിയൊന്നും തുടങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മുടെ JCBയും അതുപോലെ തന്നെ ലോഡർ ഇവിടുന്ന് പണിയെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവരൊക്കെ ഇവിടെ സൈഡാക്കും. ഇനി ഞങ്ങൾ 2 പേര് വേണം വണ്ടിയിലോട്ട് കയറാൻ. എന്നിട്ട് വേണം ഇവർക്ക് ചായയൊക്കെ പോയിട്ട് കുടിക്കാൻ. ഇവർ രാവിലെ 4:30 പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കുറേ സമയത്തേക്ക് ഇനി ഞങ്ങളായിരിക്കും വണ്ടി എടുക്കുക. ഞാനും അതുപോലെ തന്നെ അവരും. അവന് JCB ഓപ്പറേറ്ററാണ്. സൂര്യനൊന്നും ഉദിച്ച് ഉയർന്ന് വന്നിട്ടില്ല. എല്ലാ ദിവസവും ഇപ്പോൾ 4:30 പണി സ്റ്റാർട്ട് ചെയ്യുന്നത്. വണ്ടിയിലൊക്കെ മിക്സ് പകുതിയോളം ലോഡായി കേട്ടോ. ഇനി അടുത്ത നമ്മുടെ ഊഴാണ്. ഇപ്പോൾ നമ്മളെ വിജയകുമാറേട്ടൻ്റെ വണ്ടിയാണിത്. ഇപ്പോൾ വിജയകുമാറേട്ടൻ ഇനി പോയിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തോട്ടെ. ഇനി നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ JCBയും ഇനിയിപ്പോൾ സൺലാടൻ ഇറങ്ങും. അമൽ വണ്ടിയിലേക്ക് കയറും. രാവിലെ തന്നെ 12 പേര് വണ്ടിയിലൊക്കെ ലോഡ് വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇപ്പുറം വന്നിട്ടുണ്ട് ലോഡ്. ഇനി നമ്മൾ വണ്ടിയിലോട്ട് കയറാൻ പോവാണ്. ടാസ്ക് പിടിച്ച പരിപാടിയാണ്. കാര്യപ്പോക്കല്ലേ. പൊടിയാണ്. പൊടി നമുക്ക് പരിപാടി തുടങ്ങാം. നമ്മുടെ ലിബിനാണ് കേട്ടോ. ഇവരാണ് ഈ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. സൂര്യൻ അങ്ങനെ ഉദിച്ച് വരുന്നുണ്ടേ ഉള്ളൂ. നല്ല പതിയെ ഇപ്പോൾ ഈ സൂര്യനൊക്കെ ഉദിച്ച് വരുന്ന കാഴ്ചയൊക്കെ കണ്ടാണ് നമ്മൾ പണിയെടുത്തുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ അവസാന ലോഡാണ് ഇപ്പോൾ അവിടുന്ന് കാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ലോറിയൊക്കെ പോയിട്ട് തിരിച്ചു വരണം. എല്ലാ വണ്ടിയും രാവിലെ തന്നെ പോയി. അപ്പോൾ നമ്മൾ ബിന്നിലോട്ട് സാധനം ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഈ ലോഡർ വലിയ ലോഡറായിട്ട് ചെറിയ വ്യത്യാസമുണ്ട്. ഇതിൻ്റെ ലിവർ ഇതാണ് കേട്ടോ. ഇതിങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. വലിയ ലോഡറിൻ്റെ ഒരു 2 ലിവറായിട്ടുള്ള സെറ്റപ്പും കാര്യമാണ്. ഇത് നമ്മുടെ JCBയുടെ അതേ ടൈപ്പ് കൺട്രോളാണ്. ഇത് ബക്കറ്റ് ക്ലോസിങ്, ഇത് ബക്കറ്റ് ഓപ്പണ്, ഇത് ലിഫ്റ്റ് ഡൗൺ. രാവിലെ തന്നെ നമ്മുടെ ക്രെയിനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് എന്തിനാ വന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫോട്ടോർ ബ്രിഡ്ജിന്റെ പാർട്സൊക്കെ ഇന്ന് സൈഡിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് അസംബിൾ ചെയ്യേണ്ട പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ ഫൈനൽ പരിപാടിയാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ടൈലറൊക്കെ വന്നിട്ട് നമ്മുടെ ഫോട്ടോർ ബ്രിഡ്ജ് കയറ്റി കൊണ്ടുപോകും. നമ്മുടെ ടൈലറൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഫോട്ടോർ ബ്രിഡ്ജിന്റെ പാർട്സുകൾ കാറ്റാൻ വേണ്ടി വന്നതാണ്. പ്ലാന്റിലെ പണി നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ട്.
നമ്മുടെ ടൈലറൊക്കെ ഇവിടെ വന്ന് നിർത്തി കേട്ടോ. ഇനിയിപ്പോൾ ഫോട്ടോ പിടിച്ചിൻ്റെ പാർട്സൊക്കെ കാറ്റണം. ഇപ്പോൾ നമ്മുടെ ക്രെയിനും നമ്മുടെ ടൈലറും ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇതാ ഈ ഫോട്ടോ പിടിച്ചിൻ്റെ ഈ ഓരോ പാർട്സും ഇപ്പോൾ കയറ്റി കൊണ്ടുപോകണം. അപ്പോൾ സുഹൃത്തുക്കൾ, നമ്മുടെ മോട്ടോർ ബ്രിഡ്ജിൻ്റെ പാർട്സ് നമ്മുടെ ടൈലറിലോട്ട് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരോ പാർട്സാണ് ഓരോ ടൈലറിനായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇതിപ്പോൾ ഒരു 3-4 ട്രിപ്പ് അടിക്കണം, എന്നാലേ സാധനങ്ങളൊക്കെ അങ്ങ് എത്തിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ക്രെയിന് വെച്ച് അതിങ്ങനെ കാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം വലിയൊരു പാർട്സ് തന്നെയാണ് ഓരോരോ പീസായിട്ട് വരുന്നത്. നമ്മുടെ ഫുള്ളായിട്ട് ലോഡിങ് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ JCB ഇതാ ലോഡായിക്കൊണ്ടിരിക്കുന്നു. മോട്ടോർ ബ്രിഡ്ജ് കയറ്റി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ ടൈലർ അവിടെ നിന്ന് എടുത്തു. അത്യാവശ്യം നല്ല സൈസുള്ളൊരു സാധനം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ടൈലർ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതുപോലത്തെ 2-3 പീസ് ഇനിയുണ്ട് എടുക്കാൻ. അപ്പോൾ ഫസ്റ്റ് പീസാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ടൈലർ ഇതാ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ടിലായിട്ട് ലൈനൊക്കെ ഇങ്ങനെ പൊക്കി പൊക്കി വേണം പോകാൻ. അത്രയും ഹൈറ്റൊക്കെ ഉണ്ട് സാധനത്തിന്. നമ്മളിതാ ഇതൊരു ചെറിയൊരു ഭാഗം മാത്രമാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇനിയും വന്ന് കാറ്റണം. സുഹൃത്തുക്കളെ, നമ്മളിതാ 9 മണി മുതൽ 10 മണി വരെ സ്കൂൾ ടൈമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് 10 മണിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫോട്ടോ ബ്രിഡ്ജിൻ്റെ ഒരു കഷ്ണം മാത്രമാണിത്. അപ്പോൾ അതെടുത്തിട്ട് ഇനിയിപ്പോൾ നമ്മളിവിടുന്ന് പോവാണ്. സുഹൃത്തുക്കൾ, നമ്മുടെ സാധനം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. വലിയ വണ്ടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തടഞ്ഞു വെക്കണം, എന്നാലാണ് ആ സാധനം കൊണ്ട് നമുക്ക് സൈഡിലോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. ലൈനൊക്കെ ശ്രദ്ധിച്ച് വേണം പോകാൻ. അപ്പോൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. ലൈനൊക്കെ തട്ടുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട്. വലിയൊരു സാധനമാണ്. ഇപ്പോൾ സുഹൃത്തുക്കൾ, നമ്മുടെ ഫോട്ടോ ബ്രിഡ്ജിൻ്റെ ഇത്രയും വലിയൊരു സാധനം ഇത്രയും റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ഇതുപോലത്തെ ഒരുപാട് പീസ് സാധനങ്ങളുണ്ട്. അപ്പോൾ ഓരോ വളവിലും വണ്ടിയൊക്കെ ഇങ്ങനെ തടഞ്ഞ് വേണം കേട്ടോ പോകാൻ. നല്ല ഹൈറ്റും അതുപോലെ തന്നെ നീളമൊക്കെയുള്ള സാധനമാണ്. ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് നമ്മളിത് കൊണ്ടുപോയിട്ട് അസംബിൾ ചെയ്യുന്നത്. ഒരു ദിനോസറിൻ്റെ കൂട് പോലെ തോന്നുന്നുണ്ട് കണ്ടിട്ട്. അങ്ങനത്തെ ഒരു സാധനമാണിത്. അത്യാവശ്യം വലിയ സാധനമാണ്. അപ്പോൾ നമ്മൾ വട്ടിപ്പുറം നിന്നാണ് ഇത് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഓരോ പീസായിട്ട് ഇതുപോലെ ചപ്പും ഇലകളൊക്കെ വീഴും. അത് വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ വണ്ടിക്കാരെ ഒക്കെ ബ്ലോക്ക് ചെയ്ത് പോവാണ്. വേറെ ഓപ്ഷനൊന്നും ഇല്ല. കാരണം ആൾക്കാരുടെ സേഫ്റ്റിയൊക്കെ നോക്കിയേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല സ്ഥലങ്ങളിലൊക്കെ സ്പീഡിൽ പോകാം, അല്ലാത്ത സ്ഥലങ്ങളിൽ വളരെ പതിയെ പോകാൻ പറ്റുള്ളൂ. നമ്മുടെ മുട്ടം ഗേറ്റിലേക്ക് കൊണ്ടുപോകുന്ന ഫോട്ടോ ബ്രിഡ്ജിൻ്റെ പാർട്സുകളാണ്. അപ്പോൾ അവിടെ 2 ഫോട്ടോ ബ്രിഡ്ജ് അടുത്തടുത്തായിട്ട് വരുന്നുണ്ട്. നമ്മുടെ ടൈലറിനെക്കാളും കുറച്ച് ജാസ്തി നീളമുണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വളരെ മുന്നിലും ബേക്കിലായിട്ട് മൊത്തം എസ്കോട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോകുന്നത്. ഒരു തരത്തിലുള്ള അപകടങ്ങളും ഉണ്ടാവരുത്. ലൈന് ടച്ച് ചെയ്യാൻ പാടില്ല, മരത്തിന് ടച്ച് ചെയ്ത് മരം പൊട്ടി ആളുകളുടെ മേത്ത് വീഴാൻ പാടില്ല. അപ്പോൾ നമ്മുടെ സേഫ്റ്റി ഓഫീസറും നമ്മുടെ കൂടെ ഉണ്ട്.
അപ്പോൾ ഇതുപോലുള്ള കുറച്ച് റിസ്ക് സ്ഥലത്ത് വെച്ചാണ് നമ്മൾ പോകുന്നത്. ഇതുപോലെ കൊമ്പൊക്കെ ചിലപ്പോൾ പൊട്ടി വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം പോകാൻ. നമ്മുടെ ഹൈവേയുടെ വർക്ക് ഹൈവേയിൽ മാത്രമല്ല പുറത്തും ഇതുപോലെ ഒരുപാട് വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെ കൊമ്പ് തട്ടാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് വളരെ പതിയാണ് പോകുന്നത്. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നമുക്കിങ്ങനെ റോങ് കൂട്ടിയെടുത്താൽ ഇത് മൊത്തത്തിൽ ഒടിഞ്ഞു കിട്ടും. അപ്പോൾ നമ്മൾ വണ്ടി ബ്ലോക്ക് ചെയ്തിട്ടാണ് ടൈലർ ഇങ്ങനെ ഇതുവഴി കടത്തി വിടുന്നത്. നമ്മുടെ ഹൈവേ എത്തും വരെ വളരെ ശ്രദ്ധിച്ച് വേണം ഈ സാധനം കൊണ്ട് പോകാൻ. അപ്പം നമ്മുടെ റോഡ് മൊത്തത്തിൽ ഈ വണ്ടിക്ക് വേണം കേട്ടോ. പ്രധാനമായും കുറേ ഹൈറ്റ് ഉള്ളത് കാരണം തന്നെ കുറച്ച് റിസ്ക് ആണ്. ലൈനൊക്കെ ജസ്റ്റാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ കടമ്പാർ എത്തിയിട്ടുണ്ട്. കടമ്പാർ പള്ളിയുടെ മുന്നിലൂടെയാണ് ഇപ്പം പോകുന്നത്. വളരെ പതിയെ മൊത്തത്തിൽ നോക്കിയേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഫ്രണ്ടിലും പിറകിലായിട്ട് നമ്മൾ ട്രാഫിക്കൊക്കെ കൺട്രോൾ ചെയ്തിട്ടാണ് പോകുന്നത്. ഇവിടെയൊക്കെ വലിയ കുഴപ്പമില്ല, ലൈന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ലൈനൊക്കെ മുകളിലുണ്ട്, അപ്പോൾ അതൊന്നും വലിയ കുഴപ്പമില്ല. ഫ്രണ്ട്ലി ലൈന് താഴ്ന്നത് കൊണ്ട് ഇനിയിപ്പോൾ റൈറ്റ് കൂട്ടിയെടുക്കണം. ഇങ്ങനെ കൂട്ടിയെടുത്താൽ മാത്രമേ നമുക്ക് മൊത്തത്തിൽ കടന്നു പോകാൻ പറ്റുള്ളൂ. ഫ്രണ്ടിലായിട്ട് നമ്മുടെ വണ്ടിയുണ്ട്, അതുപോലെ തന്നെ പിറകിലായിട്ട് നമ്മൾ ആ റെഡ് കൊടിയൊക്കെ പിടിച്ചിട്ടാണുള്ളത്. നമ്മളിപ്പം ജസ്റ്റ് സൈഡാക്കി, കാരണം പിറകിലൊക്കെ കുറച്ച് വണ്ടി ഉണ്ടായിരുന്നു, അതൊക്കെ ഒഴിവാക്കി വിട്ടു. നമ്മൾ വീണ്ടും അവിടെ നിന്ന് എടുത്തു പോവാണ് കേട്ടോ. അപ്പോൾ ജനങ്ങളെയും ബുദ്ധിമുട്ടിക്കരുത്, അവരുടെ സേഫ്റ്റിയും പ്രധാനമാണ്. അതൊക്കെ നോക്കി മാത്രമേ പോകാൻ പറ്റുള്ളൂ. അതാ മുകളൊക്കെ തട്ടിയിട്ടാണ് പോകുന്നത്. മരമൊന്നും തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതാ താഴെയൊക്കെ ഇറക്കി കുറച്ച് റിസ്ക് ആയിട്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. ഈ റൂട്ടും അങ്ങനെയാണ്, ലൈന് നോക്കണം, മരം നോക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഏതാണ്ട് ഹൊസങ്കടി എത്താറായി. ഹൊസങ്കടി എത്തിക്കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല, ഹൈവേ കയറി കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവിടെയൊക്കെ ഇതാ മരം തട്ടിയില്ല എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. ഇവിടെ ലൈനൊക്കെ ഇതാ ജസ്റ്റ്. അപ്പോൾ സുഹൃത്തുക്കൾ, നമ്മൾ ഹൊസങ്കടി എത്തിയിട്ടുണ്ട്. ഹൊസങ്കടി വരുതാ ഇങ്ങനെ ലൈനൊക്കെ മരമൊക്കെ തട്ടിയാണ് പോകുന്നത്. ഇനിയിപ്പോൾ വലിയ കുഴപ്പം കാര്യങ്ങളുണ്ടാവില്ല, കാരണം നമ്മൾ ഹൈവേ വരെ നമ്മൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് സിമ്പിളായിട്ട് പോയിക്കൊള്ളും, വേറെ കുഴപ്പങ്ങളുണ്ടാവില്ല. അപ്പോൾ ആ ബസ്സും ഈ സാധനത്തിൻ്റെ സൈസും നോക്കിയാൽ മനസ്സിലാവും ഇനി എത്ര ഹൈറ്റ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇവിടെ വരെ നമ്മൾ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ടൈലറിനെ നമ്മുടെ ഹൈവേയിലോട്ട് കടത്തി വിട്ടിട്ടുണ്ട്. ഇനി അതങ്ങ് പോയിക്കൊള്ളും. അപ്പോൾ നമ്മളിപ്പോൾ ഹൊസങ്കടിയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് വേറൊരു ടൈലറിനെയും കൂടി നമ്മുടെ പ്ലാന്റിലേക്ക് എത്തിക്കാനായിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ ആ ടൈലർ. അപ്പോൾ നമ്മുടെ ISMB
സാധനങ്ങളൊക്കെ ആയിട്ട് വന്നതാണ്. ഇനി നമുക്ക് ഇതിനെ ഈ പാലം വഴി അപ്പുറത്തേക്ക് കടത്തണം. അപ്പോൾ ആ പരിപാടി കൂടി ഇപ്പം ചെയ്യണം. നമ്മുടെ ഹൊസങ്കടി സൈഡിലുള്ള റോഡിൻ്റെ പണിയൊക്കെ ഏതാണ്ട് കഴിഞ്ഞു. ഇവിടെയൊക്കെ താർ ചെയ്തു. ഇനിയിപ്പോൾ ലാസ്റ്റുള്ള കുറച്ച് ഏരിയ മാത്രം റെഡി ആയി കഴിഞ്ഞാൽ നമ്മളെ മൊത്തം സ്ഥലവും റോങ് കയറിയിട്ട് അവിടുന്ന് കുറച്ച് ആൾക്കാർ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാകും. അപ്പോൾ നമ്മുടെ ഹൊസങ്കടിയിലതാ റോഡൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ISMB കേട്ടോ. ഈ ISMB കൊണ്ടാണ് നമ്മൾ ടൈലർ വന്നിട്ടുള്ളത്. ഇതൊക്കെ നമ്മുടെ ഫുട് ഓവർ ബ്രിഡ്ജിനും അതിനൊക്കെ വേണ്ടിയിട്ടുള്ള പാർട്സുകളാണ്. ഇതൊക്കെ ഇനി അസംബ്ലി വർക്ക് ചെയ്ത് മൊത്തത്തിൽ ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ ഭാഗങ്ങളാക്കി മാറ്റണം. അപ്പോൾ നമ്മുടെ ടൈലർ ഇതാ ഇതുവഴി കടത്തി വിട്ടിട്ടുണ്ട്. ഇവിടെ ക്ലോസ് ആണ് കേട്ടോ. തൽക്കാലം നമ്മളെ വണ്ടി പോകാൻ വേണ്ടിയിട്ട് മാത്രം ഓപ്പൺ ആക്കിയതാണ്. അപ്പോൾ നമ്മൾ ടൈലർ ഇതാ ഒടിച്ചങ്ങോട്ട് വരുന്നുണ്ട്. പിന്നെ ഇവിടെയൊക്കെയുള്ള വണ്ടിയൊക്കെ ഒന്ന് മാറ്റണം. അപ്പോൾ നമ്മൾ വീണ്ടും പ്ലാന്റിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലോഡിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല വെയിലാണ്, നല്ല മറക്കുന്ന വെയിലാണ്. ഇത് AC വണ്ടിയാണ്, നമ്മുടെ പഴയ വണ്ടിയാണെങ്കിലും. അപ്പോൾ നമ്മൾ ISMB ഒക്കെ ഏതാ നമ്മൾ ടൈലർ അവിടെ വന്നിട്ട് ഇത് കോയമ്പത്തൂരിൽ നിന്ന് വന്ന ലോഡാണ് കേട്ടോ. നമ്മുടെ ലോഡിങ് ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഞങ്ങളിങ്ങനെ മാറി മാറി കുറച്ച് സമയം ഒരാളെടുക്കും, പിന്നെ കുറച്ച് സമയം മറ്റൊരാളെടുക്കും. അങ്ങനെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന വർക്കായതുകൊണ്ട് മാറി മാറിയാണ് എടുക്കാറ്. അപ്പോൾ നമ്മുടെ JC അവിടെ ലോഡ് ചെയ്യുന്നുണ്ട്. സുഹൃത്തുക്കൾ, നമ്മുടെ ടൈലർ വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്. രണ്ടാമത്തെ സാധനം കയറ്റി കേട്ടോ. രണ്ടാമത്തെ നമ്മുടെ ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ സാധനം കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങൾക്ക് ഇപ്പോൾ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സാധനമൊക്കെ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതും കൊണ്ട് ഇറക്കണം. അതുമാത്രമല്ല ഇനിയുണ്ട് നമുക്ക് ഇവിടുന്ന് സാധനം കയറ്റാൻ. ഇപ്പോൾ 2 സെറ്റ് മാത്രമേ പോയിട്ടുള്ളൂ. ഇനിയും സാധനം കയറണം. ഇത് കൊണ്ടുപോകുന്ന ടാസ്ക് നമ്മൾ നേരത്തെ കണ്ടതാണ്. കുറച്ച് റിസ്ക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. വണ്ടീനെക്കാട്ടും നല്ല ഹൈറ്റിലാണ് സാധനം ഉള്ളത്. നമ്മൾ ഓരോ സാധനങ്ങളായിട്ട് ഇവിടുന്ന് കയറ്റി പോകുന്നുണ്ട്. മുന്നിലായിട്ട് നമ്മുടെ 2 ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ 2 പീസും കൂടി ഇവിടെ സെറ്റാക്കി വരുന്നത് കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ വണ്ടി ഇവിടുന്ന് പുറപ്പെടാൻ തയ്യാറായി കേട്ടോ. അപ്പോൾ ഇതാണ് സാധനം. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇതിൻ്റെ സെൻട്രലായിട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ഇനിയും 2 പീസും ഇവിടുന്ന് കൊണ്ടുപോകാനുണ്ട്. പക്ഷെ അതിൻ്റെ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുട്ടം ഗേറ്റിനടുത്താണ് ഈ സാധനം ഇപ്പോൾ കൊണ്ടുവന്നത്. ഇപ്പോൾ ഇതാ ബെൽറ്റൊക്കെ ഇട്ട് മൊത്തം ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി മൊത്തം സേഫ്റ്റിയൊക്കെ നോക്കി പതിയെ പോകാൻ പറ്റുള്ളൂ. ഹൊസങ്കടി വരെ കഷ്ടിയായിട്ട് പോകണം. കഷ്ടപ്പെട്ട് സൈഡൊക്കെ നോക്കി വണ്ടിക്കാരൊക്കെ നോക്കി എല്ലാവർക്കും സേഫ്റ്റിയുള്ള രീതിയിൽ പോകണം. അതുപോലെ തന്നെ നമ്മുടെ പ്ലാന്റിൽ ഇത് ക്രെയിൻ ഇവിടെ നിൽപ്പുണ്ട്. പ്ലാന്റ് ഓണാണ്, പക്ഷെങ്കിൽ വണ്ടിയൊന്നും ഇല്ലാത്ത കാരണം ഇപ്പം മിക്സ് അടിക്കുന്നില്ല. ഇനിയിപ്പോൾ വണ്ടിയൊക്കെ വരണം. നമ്മൾ ഇപ്പം നമ്മുടെ ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ നടുവിലാണ് കേട്ടോ ഉള്ളത്. ഇത് നമ്മുടെ വണ്ടിക്കകത്താണ്. നമ്മുടെ ഈ സാധനം ഇവിടുന്ന് പുറപ്പെടാൻ തയ്യാറായി കേട്ടോ. സുഹൃത്തുക്കളെ, രണ്ടാമത്തെ നമ്മുടെ FOBയുടെ പാർട്സും ഇവിടുന്ന് ഇറങ്ങി കേട്ടോ. നേരത്തെ
ഒരെണ്ണം പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രണ്ടാമത്തെ പീസാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇതും കുറച്ച് റിസ്ക് എടുത്ത് സൈഡിലോട്ട് എത്തിക്കണം. നമ്മുടെ രണ്ടാമത്തെ സാധനമായിട്ട് നമ്മൾ ടൈലർ ഇതാ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വളവൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് മാത്രമേ വരുന്നുള്ളൂ. കാരണം വേറെ വണ്ടിയോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ കേബിൻ്റെ ഹൈറ്റും നമ്മുടെ മോട്ടോർ ബ്രിഡ്ജിൻ്റെ ഹൈറ്റും നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അത്രത്തോളം ഹൈറ്റുള്ളത് കൊണ്ടാണ് വളരെ ബുദ്ധിമുട്ടാണ് ഈ റോഡിലൂടെ പോകാൻ. കുറേ വളവും കാര്യങ്ങളും ലൈനൊക്കെ ഉള്ളത് നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുട്ടം ഗേറ്റിനടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു FOB വരുന്നത് കൂട്ടവർ പിടിച്ച്. അതിൻ്റെ നമ്മൾ നേരത്തെ കൊണ്ടുവന്ന സാധനം എന്താ ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കൂട്ടവർ ബ്രിഡ്ജിൻ്റെ രണ്ട് സൈഡിലും ഇതാ വർക്കൊക്കെ തുടങ്ങി. ഒരു സൈഡിലും പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലത്തെ 4 പീസാണ് നമുക്ക് വേണ്ടത്. അത് വെച്ച് കഴിഞ്ഞാൽ ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്രോസായി. നമ്മളെ വണ്ടി ഇതാ വരുന്നേ ഉള്ളൂ. നമ്മൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ടൈലർ വരുന്നുണ്ട് കേട്ടോ. നമ്മളെ രണ്ടാമത്തെ പീസ് എടുത്തിട്ട് നമ്മുടെ വണ്ടി ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ മുട്ടം ഗേറ്റിനടുത്തായിട്ട് ഇപ്പോൾ 2 ഫുട് ഓവർ ബ്രിഡ്ജുകളാണ് വരുന്നത്. 2 അടുത്തടുത്തായിട്ടാണ് വരുന്നത്. അധികം ദൂരമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ടൈലർ ഇനിയിപ്പോൾ അവിടെ പോയിട്ട് അവിടെ നിന്ന് കറങ്ങി ഇങ്ങോട്ട് വരണം. അപ്പോൾ നമ്മുടെ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതാ റോഡൊക്കെ ബ്ലോക്ക് ചെയ്ത് നമ്മുടെ വണ്ടി ഇതാ ഇങ്ങോട്ടേക്ക് റിവേഴ്സ് എടുത്ത് വരുന്നുണ്ട് കേട്ടോ. ഇതുപോലത്തെ 4 പീസുകൾ ഇനിയിപ്പോൾ ഇവിടെ കൊണ്ടുവരണം. 4 പീസല്ല, 2 പീസ് കൊണ്ടുവന്നു. ഇനിയിപ്പോൾ 2 പീസ് കൂടി കൊണ്ടുവരണം. അത് എന്തായാലും ഇന്ന് കൊണ്ടുവരില്ല. അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല, നടന്നുകൊണ്ടേയിരിക്കുന്നേ ഉള്ളൂ. ചെറിയ ചെറിയ വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി ഇതാ ഒടിച്ചെടുത്ത് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ക്രെയിൻ ഇവിടുന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ബെൽറ്റൊക്കെ അയക്കുന്നുണ്ട്. ഇനി ഈ സാധനം ഇറക്കി വെക്കണം. നമ്മുടെ ക്രെയിന് വന്ന് സാധനം ഇതാ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സാധനം പൊങ്ങിയിട്ടുണ്ട്. നമ്മുടെ എഞ്ചിനീയർ വക നല്ലൊരു മിരണ്ടയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ എഞ്ചിനീയർ. അപ്പോൾ നമ്മൾ സാധനം ഇറക്കി തൂക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ കറക്കി കളിക്കുകയല്ല, ആ സൈഡാണ് നമുക്ക് ഫ്രണ്ടിലോട്ടായിട്ട് പോകേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇവിടുന്ന് തിരിക്കുകയാണ് കേട്ടോ. സാധനം വലിയ സാധനം മൊത്തം ഈ ഒരു ക്രെയിന് താങ്ങി പിടിക്കുന്നുണ്ട്. നമ്മുടെ കാണും പോലെയല്ല ഈ ക്രെയിൻ കേട്ടോ. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അപ്പൊ സാധനം ഇങ്ങനെ തൂക്കിയെടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ക്രെയിൻ ഇതായപ്പോ തൂക്കി അങ്ങോട്ട് പോകുന്നുണ്ട്. ഇതാ ദൂരമായിട്ട് കൊണ്ടുവെക്കണം. ഇനി ബാക്കിയുള്ള പരിപാടികൾ ചെയ്യണം.
അതുപോലെ നമ്മൾ ട്രെയിലർ ഇതാ നമ്മുടെ മൊത്തം കാടൊക്കെ ചപ്പൊക്കെ കാണാം ട്രെയിലറിൻ്റെ മുകളിലായിട്ട്. വരുന്ന വഴി കുറേ കൊമ്പിനൊക്കെ തട്ടിത്തട്ടിയാണ് വന്നത്. ഇതൊക്കെ നമ്മൾ നമ്മുടെ പ്ലാന്റിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ബാക്കി പരിപാടിയൊക്കെ നോക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ സാധനം ഇതാ തൂക്കി തൂക്കി മെല്ലെ മെല്ലെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. മൊത്തമുള്ള വീഡിയോ ഞാൻ എടുത്തില്ല, കാരണം ഒരുപാട് ലെങ്തായിപ്പോവും. അപ്പോൾ ഇത് വളരെ പതിയെ ശ്രദ്ധാപൂർവമാണ് ഇവിടെ എത്തിച്ചത്. ഇനിയിപ്പോൾ ഇത് രണ്ടും കൂടി അടുപ്പിച്ച് വെച്ച് ഇനിയിപ്പോൾ ജോയിൻ്റൊക്കെ ചെയ്യണം. ഇത് പതിയെ ഇവിടെ താഴ്ത്തി വെക്കേണ്ട പരിപാടിയിലാണ് കേട്ടോ. നമ്മളെ സൈറ്റിൽ ഇതുപോലുള്ള നമ്മളെ FOBൻ്റെ വർക്കൊക്കെ ഇങ്ങനെയാണ്. നമ്മുടെ പ്ലാന്റിൽ നിന്ന് സെറ്റാക്കി കൊണ്ടുവന്ന് ഇതുപോലെ ബാക്കി സൈറ്റിൽ വന്നിട്ട് ബാക്കി വർക്കും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇവിടെയൊക്കെ ഗ്രിപ്പൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് നമ്മുടെ ഇത് FOBൻ്റെ പണിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള. അത്യാവശ്യം നല്ല വെയിലാണ് കേട്ടോ. നല്ല പൊരി വെയിൽ എന്ന് പറഞ്ഞാൽ നല്ല പൊരിഞ്ഞ വെയിലാണ്. അപ്പോൾ ആ വെയിലത്താണ് നമ്മുടെ വർക്കേഴ്സൊക്കെ ഇങ്ങനെ രാപ്പകലില്ലാണ്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പീസും ഇവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒരു സൈഡിലുള്ള സാധനം സെറ്റായി കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പം 2 പീസും കൂടി ഇവിടെ വരണം, എന്നാലാണ് നമ്മുടെ കുട്ടാർ ബ്രിഡ്ജ് കംപ്ലീറ്റ് ആവുള്ളൂ. ഇനി മൊത്തത്തിൽ അതിങ്ങനെ ജോയിൻ്റാക്കി ഇത് ശരിയായിട്ട് ആണ് നമ്മുടെ ബ്രിഡ്ജ് വരുന്നത്. ഈ സൈഡിലേക്കാണ് വരുന്നത്. അപ്പോൾ കാര്യങ്ങളെല്ലാം നോക്കി നമ്മുടെ സേഫ്റ്റി ഓഫീസർ ഇവിടെ ഉണ്ട്. സുഹൃത്തുക്കളെ, നമ്മൾ വീണ്ടും പ്ലാന്റിലേക്ക് തിരിച്ചെത്തി കേട്ടോ. അപ്പോൾ ഇവിടെ ഇതാ നമ്മുടെ ലോഡറൊക്കെ ഇതാ വണ്ടികളൊക്കെ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റാച്ചി അപ്പുറത്ത് മിക്സ് ആക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ വെള്ളം വണ്ടി ഇതാ മുകളിലോട്ട് കയറി പോകുന്നുണ്ട് കേട്ടോ. അത് GSP മിക്സ് ആക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളവുമായിട്ട് കയറിപ്പോയതാണ്. അതുപോലെ തന്നെ നമ്മളെ പ്ലാന്റിൽ മിക്സൊക്കെ കഴിഞ്ഞു. ലാസ്റ്റ് ഇതാ നമ്മുടെ JCBക്ക് ഇവിടെ എയറൊക്കെ അടിച്ച് പൊടിയൊക്കെ പോകുന്നതാണ്. നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞ് നമ്മുടെ വണ്ടിയൊക്കെ ഒന്ന് കഴുകി വെക്കണം കേട്ടോ. നമ്മുടെ JCB ഇതാ കയറുന്നുണ്ട്. അതിന് നമ്മളും ലോഡറിൻ്റെ പരമാവധി ഭാഗത്തെല്ലാം പൊടിയൊക്കെ മുട്ടി നമ്മൾ അടിച്ച് കയറ്റിട്ടുണ്ട്. ഇവിടെ ഏതാ ടൈലറിന് കുറച്ച് സാധനങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അതുപോലെ തന്നെ ലോഡ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മുടെ വണ്ടിയൊക്കെ ഇതാ ഇവിടെ കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ JCB അത് അവിടെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മെറ്റീരിയൽസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇപ്പോഴും. അപ്പോൾ നമ്മുടെ ടോറസ് ലോറികളൊക്കെ ഇതാ ഓരോന്നായിട്ട് വന്നു തുടങ്ങി.